മേലെ കയറിയിട്ട് ഇവിടെ നിന്ന് നോക്കിയാലും ചെറുതായിട്ട് കാണണ്ടേ വാട്ടർഫാൾസ്. അടിപൊളി. നേരെ ഭൂമിൻ്റെ അടിയിൽ താഴ്ന്നു പോകണേ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ പൊക്കയിലാണ്. അപ്പം ഞാൻ സൈറ്റ് സീയിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്യാണ്. 600 നേപ്പാളി കൊടുത്തു കഴിഞ്ഞാൽ 10 സ്ഥലങ്ങളിൽ അവർ കൊണ്ടുപോയിട്ട് കൗണ്ട് ചെയ്തിട്ട് നമ്മളവിടെ കൊടുന്ന് ഇറക്കി തരും. അതുപോലെ സ്ട്രീറ്റ് നമ്പർ ഉണ്ടാവും, നമ്മളവിടെ നിന്നാൽ മതി, വണ്ടി വരും, നമുക്ക് പോവാം. അപ്പോൾ പൊക്രയിലേക്ക് വരുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അവിടെയുള്ള എൻട്രി ടിക്കറ്റൊക്കെ നമ്മളെടുക്കണം, അത് ഇതിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. ബസ് വന്നു, അങ്ങനെ ബസ് കയറി. ഇങ്ങനെ 10 സ്ഥലങ്ങളല്ലേ, 10 സ്ഥലങ്ങളായിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ നമ്മൾ പിക്ക് ചെയ്യും. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം, അങ്ങനെ കയറാനുള്ള എൻട്രി ടിക്കറ്റൊക്കെ. ബസ്സൊന്നും കുഴപ്പമില്ല, സീറ്റും കാര്യങ്ങളൊന്നും. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇങ്ങനെ ഓരോ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടവേ, അവരൊക്കെ പോയിട്ട് എടുത്തിട്ട് വരും. എവിടെ അവർ നിൽക്കുന്ന വെച്ചാൽ അവിടെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ചങ്ങനെ നടക്കണേ. അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ മുത്തശ്ശേരി കേവിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് കയറി പോണ്ടേ. ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നിലുള്ള ബംഗ്ലാദേശിലുള്ള നമ്മളെ ബ്രദറാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇല്ലേ, ഇവിടുത്തെ ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണം. അത് ഇതിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. കൗണ്ടർ ഓപ്പണിംഗ് ടൈം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. നമ്മളെ ഇന്ത്യൻസിനൊക്കെ 100 രൂപ, നേപ്പാളി വരുന്ന നേപ്പാളീസിന് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും. എല്ലായിടത്തും അങ്ങനെ ടിക്കറ്റ് കിട്ടിയേ. ഇതാണ് ടിക്കറ്റ്, 100 രൂപ ആയത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻട്രൻസിന് ഇവിടെ വേറെ ലൈനുണ്ട്, ആ ലൈൻ എന്നിട്ട് വേണം കയറി പോകാൻ. നമ്മളകത്ത് കയറിയ ബംഗ്ലാദേശ് ബ്രോട്ട് നമ്മളെ മുന്നിലുള്ള എവിടെ പോകുമ്പോൾ മൂപ്പരിൻ്റെ വെയിറ്റ് ചെയ്യണൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നിടത്ത് കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചെരുപ്പ് ഷൂ ഒക്കെ നമ്മളിവിടെ ഊരി വെച്ചണേ. ഉള്ളിക്ക് ചെരുപ്പ് ഷൂ ഒന്നും അലൗഡ് അല്ല. ഇതുവഴിയാണ് ഇറങ്ങി പോകുള്ളത്. ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞങ്ങൾ കയറുകയാണ്. മേലിന് വെള്ളമൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ കേവിൽ ഞങ്ങൾ കയറി. ഇതാണ് കേവിലേക്കുള്ള വഴിയാണ്. ഓ, ഇവിടുത്തെ ഭയങ്കര തണുപ്പ് കേട്ടോ, പ്രത്യേക ഫീല്. ഇവിടെ കുനിഞ്ഞു പോണേ നോക്കി. ഇപ്പൊ വരുന്നവരാരും ഇത് മിസ് ചെയ്യരുതേ. ഇവിടെ ഒരു പശുവിനൊക്കെ ഒരിതുണ്ട്. പോണ വഴിയിലൊക്കെ വെള്ളമാണ്. ആരും ഷോപ്സ് ഇട്ടിട്ടൊന്നും വരരുത്. ഇവിടെ ഫോട്ടോ എടുക്കരുതെന്നൊക്കെ ഉണ്ട്. അങ്ങനെ താഴെ എത്തിയ ഇവിടെ ഒരു നന്ദിയൊക്കെ ഉണ്ട്. ആൾക്കാർ ഇതിൻ്റെ ചെവിയിൽ എന്തൊക്കെയാ പറയണൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് പോവാനും ഇതുവഴിയാണ് വരും ചെയ്യണേ. ഇടുങ്ങിയ സ്ഥലം കേട്ടോ. വഴി ഒന്നുകൂടെ ഇടുങ്ങിയ, ഇതുവഴി കുനിഞ്ഞൊക്കെ വേണേ പോവാന്. നമ്മൾ ഉള്ളിലെത്തിയ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്, പില്ലറൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കൂളിംഗ് ഉണ്ട്. ഇതുവഴി താഴ്ത്തിച്ച് ഇറങ്ങി പോകണം. അപ്പോൾ ഇവിടെ ഐസ് പോലെ എന്തോ നിൽക്കണ്ടേ, വെള്ളം ഇങ്ങനെ വന്നിട്ടേ തണുപ്പുള്ളുണ്ട്. ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്, ഇവിടെ കാണിക്കൊക്കെ ഇട്ട് കാണാണ്ട്. ഓ, ഇവിടെയാണ് വെള്ളം നിൽക്കുന്നത്.
അവിടെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞൊരു വാട്ടർഫാൾസ് കാണാൻ കഴിയും. അതുവഴി പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതുവഴി വേണേ ഇറങ്ങിപ്പോവാൻ. അതുവരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അവിടെ നിന്ന് തന്നെ വാട്ടർഫാൾസ് കാണാൻ കഴിയാം. ഇങ്ങനെ നമ്മളിവിടെ താഴെ എത്തിയ ഇതാണ് വാട്ടർഫാള്. അവിടുന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഇതിൽ ചാടി ഇതിൽ നിൽക്കുന്നത് നിറയെ വെള്ളമാണ്. ഇതാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ല. നമ്മൾ മാറി കൊടുത്താൽ മറ്റുള്ളവർക്ക് വരാനുള്ള വഴി ഉണ്ടാവും. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും ആ വാട്ടർഫാൾസ് കണ്ടേ അത് നേരെ ഭൂമിൻ്റെ അടിയിച്ച് പോകണ ആ വെള്ളം. ഇവിടെ ഫില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അത്ഭുതം തന്നെ അല്ലേ ഈ കേവ്. ഇവിടെ ഫില്ലറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും. പാറയിലൊക്കെ വെള്ളത്തിന് നനവുണ്ട്. ഒത്തിരി പേര് വെയിറ്റ് ചെയ്യണം. നമ്മൾ പോയിട്ട് വേണം അവർക്ക് വരാൻ. ഞാൻ മേലെ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിൻഡോയും കൂടി നോക്കിയാൽ ഇറങ്ങിപ്പോണ വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയാം. എന്തായാലും ആരും മിസ് ചെയ്യരുത്. അടിപൊളിയൊരു സ്ഥലമാണ്.